everyone, welcome back to Bosco Campus Vision YouTube channel of Kottayam Don Bosco College. I am Grishma TJ, faculty member of PG Department of Commerce. Today, I am here with the paper Managerial Economics, which is a co-paper for Semester 1 BCom Tax Procedure and Practices students under Kerala University. This is the 34th lecture of the series. In this lecture, we are discussing about isocon curve. Let us discuss. Isocon shows the production function with two variable inputs. The word iso denotes equal and con denotes quantity. So, isocons are equal products curve. Isocons are the curves which represent the different combination of inputs producing a particular quantity of output. Any combinations on the isocon represents the same level of output. Isocon എന്ന് പറയുന്നത് രണ്ട് വേരിയബിൾ ഇൻപുട്സ് ഉപയോഗിച്ചുകൊണ്ട് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് ഐസോകോൺ. ഐസോ മീൻസ് ഈക്വൽ ആൻഡ് കോൺ മീൻസ് ക്വാണ്ടിറ്റി. സോ ഐസോകോൺ എന്ന് പറയുന്നത് ഈക്വൽ ക്വാണ്ടിറ്റി. ഐസോകോണ്ട് കർവ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഒരു പർട്ടിക്കുലർ ക്വാണ്ടിറ്റി ഓഫ് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് നമുക്ക് ഡിഫറെൻറ്റ് കോമ്പിനേഷൻസ് ഓഫ് ഇൻപുട്ട് ഉപയോഗിക്കാം. ഏത് കോമ്പിനേഷൻ ഓഫ് ഇൻപുട്ട്സ് ഉപയോഗിച്ചിരുന്നാലും നമ്മുടെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് സെയിം ആയിരിക്കും. അതാണ് ഐസോകോൺ കർവ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ദെൻ ലുക്ക് അറ്റ് ദ ഡെഫിനിഷൻ ഓഫ് ഐസോകോൺ കർവ്. According to Samuelson, isoproduct curve shows the different input combinations that will produce a given output. ഒരു പർട്ടിക്കുലർ ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ ഡിഫറെൻറ്റ് കോമ്പിനേഷൻസ് ഓഫ് ഇൻപുട്ട് ഉപയോഗിക്കുന്നതാണ് ഐസോപ്രോഡക്റ്റ് കർവ് അല്ലെങ്കിൽ ഐസോകോൺ കർവ്. Then look at the graph. On the x-axis, it represents units of labor. On the y-axis, represents units of capital. ഇൻപുട്ട് ഫാക്ടേഴ്സ് ആയിട്ടുള്ള ക്യാപിറ്റലും ലേബറും മാത്രം കൺസിഡർ ചെയ്തുകൊണ്ട് ഔട്ട്പുട്ട് സെയിം ലെവലിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് ഐസോകോൺ കർവ് നമ്മൾ പറഞ്ഞു. ഇവിടെ എക്സ് ആക്സിസിൽ യൂണിറ്റ്സ് ഓഫ് ലേബറും വൈ ആക്സിസിൽ ക്യാപിറ്റലും ആണ് കാണിച്ചിരിക്കുന്നത്. ക്യാപിറ്റൽ 15 ഉപയോഗിച്ചപ്പോൾ ലേബർ 1 ആയിരുന്നു. ആ ഒരു കോമ്പിനേഷനിൽ കിട്ടുന്ന ഔട്ട്പുട്ടും ക്യാപിറ്റൽ 5 ആയിരുന്നപ്പോഴും ലേബർ 5 ഉപയോഗിച്ചപ്പോഴും നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത് സെയിം ലെവലാണ്. അതുപോലെ ക്യാപിറ്റൽ 8 ആയിരുന്നപ്പോൾ നമ്മൾ ഉപയോഗിച്ച ലേബർ 3 ആണ്. ആ രണ്ട് കോമ്പിനേഷനിലും നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് ഈക്വൽ ആണ്. സോ ഈ കർവിൽ ഏതൊരു പോയിന്റിലും നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഈക്വൽ ആയിരിക്കും. എയിലായിരുന്നാലും ബിയിലായിരുന്നാലും സിയിലായിരുന്നാലും ഡിയിൽ ഇയിൽ ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ പോയിന്റിലും നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എല്ലാത്തിലും ഈക്വൽ ആണ്. ഡിഫറെൻറ്റ് കോമ്പിനേഷൻസ് ഉപയോഗിച്ചുകൊണ്ട് സെയിം ലെവൽ ഓഫ് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് ഐസോകോൺ കർവ്. നമ്മൾ പറഞ്ഞു ഐസോകോൺ കർവിൽ നമ്മൾ രണ്ട് ഇൻപുട്സ് ആണ് ഉപയോഗിക്കുന്നത്, ക്യാപിറ്റലും ലേബറും. ക്യാപിറ്റലിൻ്റെയും ലേബറിൻ്റെയും കോമ്പിനേഷൻ ഉപയോഗിച്ചുകൊണ്ട് ഡിഫറെൻറ്റ് ഐസോകോൺ കർവുകളാണ് നമ്മൾ ഇവിടെ കാണുന്നത്. IQ1, IQ2, IQ3 ആൻഡ് IQ4. ഓരോന്നിനും ഡിഫറെൻറ്റ് റിസൾട്ടുകളാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. IQ1 100 മീറ്റേഴ്സാണ് അതിൻ്റെ റിസൾട്ട് എങ്കിൽ ആ കർവിലെ ഏതൊരു പോയിന്റിലും കിട്ടുന്ന റിസൾട്ട് എന്ന് പറയുന്നത് ക്യാപിറ്റലിൻ്റെയും ലേബറിൻ്റെയും കോമ്പിനേഷൻ എടുത്തുകൊണ്ട് നമുക്ക് കിട്ടുന്ന റിസൾട്ട് ഈക്വൽ ആയിരിക്കും, 100 മീറ്റർ തന്നെ ആയിരിക്കും. IQ4 എടുക്കുകയാണ് എങ്കിൽ അവിടെ റിസൾട്ട് എന്ന് പറയുന്നത് 400 മീറ്റർ ആണ്. IQ4 ഏതൊരു പോയിന്റിൽ നമ്മൾ എടുത്താലും ആ കർവിൽ ഏതൊരു പോയിന്റിൽ എടുത്താലും അതിൻ്റെ ക്യാപിറ്റലും ലേബറിൻ്റെയും കോമ്പിനേഷനിലും നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എത്ര തന്നെ ആയിരിക്കും, 400 മീറ്റേഴ്സ് തന്നെ ആയിരിക്കും. Then look at the properties of isocon. First one, isoproduct curve slopes downward from left to right. When we increase labor, we have to decrease capital to produce a given level of output. അതുകൊണ്ട് തന്നെ ഐസോപ്രോഡക്റ്റ് കർവിൻ്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് ഡൗൺവേർഡ് സ്ലോപ്പാണ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്. കൂടുതൽ ലേബേഴ്സിനെ ഉപയോഗിക്കുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും ക്യാപിറ്റലിൻ്റെ അളവ് കുറയ്ക്കണം. ആ ഒരു കോമ്പിനേഷൻ ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ഐസോപ്രോഡക്റ്റ് കർവ്
ഡൗൺവേർഡ് സ്ലോപ്പാണ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്. ദെൻ സെക്കൻഡ് വൺ, ഐസോകോൺസ് ആർ കോൺവെക്സ് ടു ദ ഒറിജിൻ. ഐസോകോൺ കർവ് ഒറിജിനിലേക്ക് കോൺവെക്സ് ആയിട്ടുള്ള രീതിയിലാണ് നിൽക്കുന്നത്. ഡ്യൂ ടു MRTS, മാർജിനൽ റേറ്റ് ഓഫ് ടെക്നിക്കൽ സബ്സ്റ്റിറ്റ്യൂഷൻ. മാർജിനൽ റേറ്റ് ഓഫ് ടെക്നിക്കൽ സബ്സ്റ്റിറ്റ്യൂഷൻ്റെ ഫലമായിട്ടാണ് ഐസോകോൺ കർവുകളെല്ലാം ഒറിജിന് കോൺവെക്സ് ആയിട്ട് നിൽക്കുന്നത്. ദെൻ മാർജിനൽ റേറ്റ് ഓഫ് ടെക്നിക്കൽ സബ്സ്റ്റിറ്റ്യൂഷൻ is based on the production function where two factors can be substituted in variable proportion in such a way as to produce a constant level of output. മാറ്റമില്ലാതെ തുടരുന്ന ഒരു ഔട്ട്പുട്ട് ലഭിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ രണ്ട് ഇൻപുട്ട് വേരിയബിൾസിനെ ഉപയോഗിച്ച് പ്രൊഡക്ഷൻ നടത്തുന്നതാണ് മാർജിനൽ റേറ്റ് ഓഫ് ടെക്നിക്കൽ സബ്സ്റ്റിറ്റ്യൂഷൻ. ദെൻ നെക്സ്റ്റ് വൺ, ടു ഐസോപ്രോഡക്ട്സ് കർവ്സ് നെവർ കട്ട് ഈച്ച് അതർ. ഐസോ പ്രോഡക്റ്റ് കർവുകൾ ഒന്നും തന്നെ ഇൻ്റർസെക്റ്റ് ചെയ്യത്തില്ല. രണ്ട് ഐസോ പ്രോഡക്റ്റ് കർവ് എടുക്കുകയാണ് എങ്കിൽ അത് രണ്ടും ഒരിക്കലും കൂട്ടുമുട്ടുകയില്ല. അപ്പം ടു ഐസോ പ്രോഡക്ട്സ് കർവ് നെവർ കട്ട് ഈച്ച് അതർ. ദെൻ ഐസോകോൺസ് നീഡ് നോട്ട് ബി പാരലൽ ടു ഈച്ച് അതർ. ദ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ ഇൻ ഡിഫറെൻറ്റ് ഐസോകോൺ ഷെഡ്യൂൾസ് നീഡ് നോട്ട് ബി നെസസറിലി ഈക്വൽ. ഈ ഐസോകോൺ കർവുകൾ എല്ലാം മറ്റൊന്നിന് പാരലായിട്ടുള്ളതല്ല, എല്ലാം ഡിഫറെൻറ്റ് റേറ്റിലുള്ള ഐസോകോൺസ് ആണ്. ഓരോന്നിൻ്റെ റിസൾട്ടും ഡിഫറെൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ അതൊന്നും തന്നെ മറ്റൊന്നിന് പാരലായിട്ടുള്ളതായിരിക്കില്ല ഐസോകോൺസ്. ഓക്കെ മൈ ഡിയർ സ്റ്റുഡൻസ്, ദിസ് ഇസ് ഓൾ ഫോർ ടുഡേയ്സ് സെഷൻ. ഡു ഹോംവർക്ക് ആൻഡ് സെൻഡ് മീ ബാക്ക് ത്രൂ വാട്സാപ്പ്. താങ്ക് യു ഫോർ ലിസണിങ്.